ഇന്ന് ഞാൻ ഒരു പ്രത്യേക തരത്തിലുള്ള പൊറോട്ട ഉണ്ടാക്കി കാണിച്ചു തരാം. മുള്ളങ്കി ഗ്രേറ്റ് ചെയ്തത്, പൊട്ടറ്റോ വേവിച്ചത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഇത് മൂന്നും നമുക്കിതിന് ആവശ്യമുണ്ട്. ആദ്യമായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ക്യാരറ്റ് ഇട്ടു, പൊട്ടറ്റോ ഇട്ടു, മുള്ളങ്കി ഇട്ടു. ഇത് മൂന്നും ആ പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു ശകലം കടലമാവും കുറച്ച് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഇടണം. പാത്രത്തിലോട്ട് ഇടുകയാണ് ഞാനിപ്പോഴേ. ഇതെല്ലാം കൂടെ പാത്രത്തിലിട്ടിട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കളറിന് വേണ്ടിയിട്ടൊരു ചെറിയ ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് ശകലം മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത് മൂന്നും കൂടെ അതിനകത്ത് ചേർത്തു. പിന്നെ അതിൽ ശകലം എണ്ണ ഒഴിക്കുക, ഒരു 2-3 സ്പൂണ് എണ്ണയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് ഇത് എല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ട് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴയ്ക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം ഇതിനകത്തെല്ലാം വെള്ളമയമുള്ള സാധനങ്ങളല്ലേ. അതുകൊണ്ട് വെള്ളം ഒട്ടും ചേർക്കരുത്, ഒരു തരി പോലും വെള്ളം വേണ്ട. ഈ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം കൊണ്ട് ആ ആട്ട നല്ല രീതിയിൽ കുഴഞ്ഞു കിട്ടും. പിന്നെ ഇച്ചിരി വെള്ളം കൂടി, ഒരു ശകലം കൂടിയതുകൊണ്ട് ഞാനൊരു ശകലം ഗോതമ്പ് പൊടിയും കൂടെ അതിനകത്ത് ഇട്ടു. അതിനകത്ത് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ നല്ല മയവാത്തിൽ കുഴച്ചെടുക്കണം. പിന്നെ അതിനകത്ത് എണ്ണയുണ്ടല്ലോ, എണ്ണയുള്ളതുകൊണ്ട് നമ്മുടെ അധികം കയ്യിലൊട്ടുകയൊന്നുമല്ല. ഇപ്പോൾ എത്ര നല്ല സോഫ്റ്റായിട്ട് നല്ല ഹാർഡായിട്ടുള്ള മാവ് കിട്ടിയില്ലേ. ഇനി ഇത് ഒരു കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കണം. ഒരു 5 മിനിറ്റ് അതിൽ ഒന്ന് ഇതാകാൻ വേണ്ടി, ഒരു മയം കിട്ടാൻ വേണ്ടി 5 മിനിറ്റ് മാറ്റിയെടുത്തിട്ട് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ ചെറിയ ഉരുളകളായിട്ടെടുത്തിട്ട് പൊടിയിൽ മുക്കി ചപ്പാത്തി പലകയിൽ ചെറിയ ചപ്പാത്തി പോലെ ചുട്ടെടുക്കണം. അകത്തും പുറത്തും ശകലം പൊടി ചേർക്കണം. ഇത് പറ്റിപ്പിടിക്കത്തൊന്നുമില്ല പലകയിൽ, കാരണം എണ്ണയും എല്ലാം ഉള്ളതുകൊണ്ട് അധികം ഒന്നും പറ്റിപ്പിടിക്കാതെ പോകത്തില്ല. പിന്നെ ഒരു ശകലം പൊടി ചേർത്താൽ മതി. 2 സൈഡിലും പൊടി ചേർത്ത് പരത്തി വരുമ്പോൾ നല്ല കനം കുറഞ്ഞ് നല്ല പത്തലയായി നല്ല കനം കുറഞ്ഞതായിട്ട് വരും. ഇങ്ങനെ പരത്തണം. പരത്തിയെടുത്തിട്ട് എന്ത് നല്ലതായിട്ടത് പരത്തുന്നുണ്ട് നോക്ക്. ഒരു ശകലം മുറിയുവോ ഒന്നും ചെയ്യുന്നില്ല. അത് നല്ലതായിട്ട് പരത്തിയെടുത്തിട്ട് നമ്മൾ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ ആ തവയിലോട്ട് ഇതിടണം. നമ്മളത് തവയിലോട്ട് ഇട്ടില്ലേ, അത് നല്ല ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകിട്ടത്തെ 4 മണി പലഹാരത്തിനോ ടിഫിനിലോ നിങ്ങൾ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഇത് നല്ലതാണ്. ഡബ്ബയിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിന് വേറെ കൂട്ടാനൊന്നും തന്നെ വേണ്ട. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കൂട്ടാനൊന്നും വേണ്ട, ഇച്ചിരി അച്ചാറോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. അതൊരു സൈഡ് ചൂടായപ്പോൾ അത് ഞാൻ തിരിച്ചിട്ടിട്ട് അതിലൊരു ശകലം നെയ്യ് പുരട്ടണം. നെയ്യ് പുരട്ടിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് എണ്ണക്കായാലും നല്ല ടേസ്റ്റാണ്. പിന്നെ നെയ്യ് വേണ്ടാത്തവർക്ക് എണ്ണ പുരട്ടുകയും ചെയ്യാം. എന്നിട്ട് അകവും പുറവും എടുത്ത് എത്ര നല്ല ചപ്പാത്തിയാണെന്ന് നോക്കിക്കേ. ഒരു ശകലം പോലും ഒടിഞ്ഞോ മുറിവോ ഒന്നുമില്ല. നോക്കിക്കേ, നല്ല വട്ടത്തിൽ നല്ല ചപ്പാത്തി കിട്ടിയില്ലേ. പിന്നെ ഒരു ശകലം ചിക്കൻ കറി ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു, അത് മൈക്രോവേവ് വെച്ച് ഒന്ന് ചൂടാക്കി അതൊന്ന് മടക്കി അതിനകത്തോട്ട് ഒന്ന് മുക്കി ഒന്ന് കഴിച്ചു നോക്കിക്കേ, എത്ര ടേസ്റ്റ് ഉണ്ടെന്നത് നോക്കിക്കേ. എത്ര നല്ല രുചിയുണ്ടത് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ പൊറോട്ടയും ചിക്കൻ കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു.